നമ്മുടെ നാട്ടിലെ പല ഫുഡ് വ്ളോഗേഴ്സും പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ചില ഫുഡുകളെ പറ്റി ഇത് മസ്റ്റായിട്ട് ട്രൈ ചെയ്യണമെന്നൊക്കെ അല്ലേ. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒന്നാണ് ഹോമിയോപ്പതി ചികിത്സ എന്നത്. ഇത് ഇന്ന് ഞാൻ പറയാൻ കാരണം ഇന്ന് ഏപ്രിൽ 10 ലോക ഹോമിയോപ്പതി ദിനമാണ്. ഹോമിയോപ്പതി ചികിത്സാ ശാസ്ത്രത്തിന്റെ പിതാവായ ഡോക്ടർ സാമുവൽ ഹാനിമാന്റെ ജന്മവാർഷികം കൂടിയാണ് ഇന്ന്. ഇന്നത്തെ കാലത്ത് ഹോമിയോപ്പതിയുടെ പ്രസക്തി എന്താണെന്ന് വെച്ചാൽ, ഇന്ന് ലോകത്ത് തന്നെ ഏറ്റവും വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ചികിത്സാ ശാസ്ത്രമാണ് ഹോമിയോപ്പതി എന്നത്. ഏകദേശം 80-ൽ പരം രാജ്യങ്ങളിൽ ഔദ്യോഗികമായിട്ട് തന്നെ ഹോമിയോപ്പതി അംഗീകൃതമാണ്. അതുപോലെ ഇന്ത്യ, ജർമ്മനി, സ്വിറ്റ്സർലാൻഡ് എന്നീ രാജ്യങ്ങളിൽ സർക്കാർ തലത്തിലുള്ള ആരോഗ്യ സംവിധാനത്തിന്റെ ഭാഗം കൂടിയാണ് ഹോമിയോപ്പതി എന്നത്. ഇങ്ങനെ ഹോമിയോപ്പതി വളരെയധികം പ്രചാരത്തിൽ നിൽക്കുവാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഓരോ ആളുകൾക്കും അവരവരുടെ ശരീരത്തിനനുസരിച്ചുള്ള പ്രത്യേക മരുന്നുകളാണ് ഓരോരുത്തർക്കും നൽകാറുള്ളത്. അതുകൊണ്ട് തന്നെ സൈഡ് എഫക്റ്റുകളില്ലാതെ ചെറിയ ഡോസിൽ തന്നെ വലുതും ചെറുതുമായ അസുഖങ്ങൾ നമുക്ക് മാറ്റാൻ സാധിക്കുന്നു. ഇന്ന് വിവിധ തരം അലർജി രോഗങ്ങൾ, ഓട്ടോ ഇമ്മ്യൂൺ അസുഖങ്ങൾ, മൈഗ്രെയിൻ, കുട്ടികളില്ലാത്തവർക്കുള്ള വന്ധ്യത ചികിത്സ എന്നീ വിവിധ ഇനം രോഗങ്ങളിൽ ഇന്ന് ഹോമിയോപ്പതി വളരെ നല്ല റിസൾട്ട് നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും നിങ്ങളെ കുടുംബത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും അസുഖങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾ ഹോമിയോപ്പതി ചികിത്സ എടുക്കുക. അതിലൂടെ നിങ്ങളുടെ പ്രതിരോധ ശേഷിയെയും ആരോഗ്യത്തെയും വീണ്ടെടുക്കുവാൻ സാധിക്കുന്നതാണ്. വ്യക്തിപരമായിട്ട് തന്നെ ഹോമിയോപ്പതി ഡോക്ടർ ആയതിനു ശേഷം മാത്രമല്ല, ചെറുപ്പം മുതൽ എന്തെങ്കിലും അസുഖങ്ങൾ വരുമ്പോൾ ഹോമിയോപ്പതി ചികിത്സ എടുത്ത ഒരാളാണ് ഞാൻ. നിങ്ങളിൽ ആരൊക്കെ ഹോമിയോപ്പതി ചികിത്സ എടുത്തിട്ടുണ്ട് എന്ന് താഴെ കമന്റ് ചെയ്യുക.